വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഇടുക്കി, അടിമാലി, മൂന്നാർ, മറയൂർ, കോവിലൂർ മേഖലകളിലേക്ക് നടന്നുവരുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ അടിമാലി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്ത്. അടിമാലി മുതൽ പാതയോരത്തെ അനധികൃത പാർക്കിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾക്ക് സമയം പാലിച്ച് റൂട്ടുകളിൽ ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് പരാതി. വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത 85-ലടക്കം വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗതാഗതക്കുരുക്ക് മൂലം അടിമാലി, മൂന്നാർ, മറയൂർ, കോവിലൂർ മേഖലകളിലേക്ക് നടന്നുവരുന്ന സ്വകാര്യ ബസ് സർവീസുകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന പരാതിയുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടിമാലി യൂണിറ്റ് ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുള്ളത്. അടിമാലി മുതൽ പാതയോരത്ത് അനധികൃത പാർക്കിങ്ങിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ സ്വകാര്യ ബസ്സുകൾ കൃത്യസമയം പാലിച്ച് റൂട്ടുകളിൽ ഓടിയെത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് പരാതി. കുരുക്കുമൂലം പാതി വഴിയിൽ ബസ്സുകൾ ട്രിപ്പുകൾ അവസാനിപ്പിക്കേണ്ടി വരികയാണെന്നും ഇതേ തുടർന്ന് ബസ് സർവീസുകൾ ഭാരിച്ച നഷ്ടത്തിലാകുന്നുവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഞങ്ങളുടെ ബസ് ഓടുന്നില്ല, ഓടാൻ സാധിക്കുന്നില്ല എല്ലാച്ചാലും എന്നുള്ളൊരു ഉപരി പൊതുജനങ്ങൾക്ക്, അതായത് ഇവിടെ ലോക്കലിലുള്ള ആളുകൾ, രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസുകൾ, ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് പോലും ഇവിടെ നമ്മുടെ ഇരുട്ടുകാലം മുതൽ 2 മൈൽ വരെയുള്ള ആനച്ചാൽ റൂട്ടിൽ, ആനച്ചാൽ ടൗൺ ഉൾപ്പെടെ ഉള്ള ആ റൂട്ടിൽ ഒരു കാരണവശാലും വണ്ടികൾ മണിക്കൂറുകളാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. മൂന്നാർ, കോവിലൂർ, മാട്ടുപ്പെട്ടി, കാന്തല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സ്പൈസസ് ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പാതയോരം കൈയടക്കുള്ള അനധികൃത പാർക്കിങ്ങിനെ തുടർന്ന് പെർമിറ്റിൽ അനുവദിച്ചു നൽകിയിട്ടുള്ള സമയത്ത് ബസ്സുകൾ ഓടിയെത്താൻ കഴിയുന്നില്ല. ഇതോടൊപ്പം കൂമ്പമ്പാറ, ഇരുട്ടുകാനം, ആനച്ചാൽ എന്നിവിടങ്ങളിൽ റോഡിനോട് ചേർന്നുള്ള സിപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള അനധികൃത പാർക്കിങ്ങും ബസ് ഗതാഗതം തടസ്സപ്പെടുത്തുകയാണ്. ചോക്ലേറ്റ് ഫാക്ടറി, ഹോട്ടലുകൾ, സ്പൈസസ് ഷോപ്പ് എന്നിവിടങ്ങളിൽ എത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങിന് പാതയോരമാണ് സ്ഥാപന ഉടമകൾ നൽകുന്നത്. ഇത് കുരുക്ക് വർദ്ധിക്കാനിടയാക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ ഇടപെടലുണ്ടാകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളിലേക്ക് കിടക്കുമെന്നും യൂണിറ്റ് പ്രസിഡന്റ് PC രാജൻ, സെക്രട്ടറി CA നവാസ്, ജോയിന്റ് സെക്രട്ടറി മെൽബിൻ ജോസ്, ട്രഷറർ ജോഷി P. ജോൺ എന്നിവർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.